ഞാൻ അറിഞ്ഞില്ലായിരുന്നു തണ്ടർ ബോൾസിന്റെ ട്രെയിലറും മാർവൽ ഇറക്കിയ കാര്യം. താങ്ക് യു സോ മച്ച് ബ്രോ. ബ്രോയിന്റെ കമന്റ് കൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് തണ്ടർ ബോൾസിന്റെ ട്രെയിലർ അവർ ഇറക്കി എന്നുള്ളൊരു കാര്യം തന്നെ. സോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറൊന്നും അടുപ്പിക്കുന്നില്ല. നമ്മൾ എന്തായാലും നേരെ നമ്മുടെ ട്രെയിലർ റിയാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയോ പുതിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഹിയർ വി ഗോ. Alexi, it's me. Open up. ക്യാപ്റ്റൻ ബ്രിട്ടൻ. ക്യാപ്റ്റൻ ബ്രിട്ടൻ അല്ലല്ലോ, എന്തായിരുന്നു ക്യാപ്റ്റൻ റഷ്യ. അലക്സി. Hi, Dad. ഡാഡായിരുന്നു. യാ ബ്ലാക്ക് വിഡോ നമ്മൾ കണ്ടായിരുന്നല്ലോ. You feel fulfilled? Is this some kind of a suicide squad? അതാണല്ലോ മാർവൽ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ ലോഗോ. There's something wrong with me. ഓക്കെ, Emptiness, പുള്ളിക്കാരിയാണ് പുതിയ ബ്ലാക്ക് വിഡോ എന്ന് എനിക്ക് തോന്നുന്നു. വിന്റർ സോൾജർ ബക്കി. and I don't have purpose. നമ്മുടെ പഴയ ക്യാപ്റ്റൻ ആയിരിക്കും. Throwing myself into work was the answer. കുറെ പാർക്കോർ രീതിയിലുള്ള ആക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഈ പാട്ടൊക്കെ കിട്ടിക്കുന്ന ചറവറ കോപ്പിറൈറ്റ് കിട്ടും. അയ്യോ എനിക്ക് അറിയായിരുന്നു. ടാസ്ക് മാസ്റ്റർ, നോ, ഗോസ്റ്റ്. പുള്ളിക്കാരിയുടെ പുതിയ കോസ്റ്റ്യൂം കാണാൻ കഴിയുന്നത്. പുള്ളിക്കാരി ആൻഡ്മാനിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബോബ്. Who sent you, Bob? Nobody. You were all sent? പക്ക സൂയിസൈഡ് സ്ക്വാഡ് വൈബ്. Everyone here has done bad things. Shadow ops, robbing government labs, contract kills. ഓക്കെ, Yeah, So, someone wants us gone. താടി അത്രയ്ക്ക് ചേർന്നില്ല അല്ലേ? ടാസ്ക് മാസ്റ്റർ അടുത്ത വർഷം മത്തങ്ങ എഴുതി, അതാണ് അവർ എഴുതി കാണിച്ചത്. ബക്കി എന്താ ചെയ്യണെന്നാണ് എനിക്ക് കാണേണ്ടത്. And they're bad guys. that's the plan. പക്ഷെ തണ്ടർ ബോൾട്ട് റോസ് ഈ സിനിമയ്ക്കകത്തില്ല. Eventually, you come to realize പക്ഷെ ഗോസ്റ്റിന്റെ പുതിയ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. and there are worse guys and nothing else. Look at you. So adorable. ഇവരെ നമ്മൾ ബ്ലാക്ക് വിഡോയിൽ കണ്ടായിരുന്നു. അമാൻഡ വാലറിനെ പോലെ മാർവൽ സ്റ്റുഡിയോസിന്റെ. She's bulletproof. ബുള്ളറ്റ് പ്രൂഫ് ഫിഷ്. Is that Bucky? ആ സീൻ പൊളിയായിരുന്നു. ഓക്കെ, സോ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തണ്ടേ? Is that Bucky? Yeah, that's definitely Bucky. ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ എക്സൈറ്റഡ് അല്ല. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ കമിയോ മഴ വേണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓവറോൾ ഒരു ഓക്കെ മൂവി ഓക്കെ ട്രെയിലർ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരേ ഒരു ക്യാരക്ടർ അത് നമ്മുടെ വിന്റർ സോൾജർ തന്നെയാണ്. അണ്ണൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് എങ്കിലും എനിക്കുള്ളത്. സോ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗോസ്റ്റിൻ്റെ പുതിയ ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ആൻഡ്മാൻ ആൻഡ് വാസ്പോ സിനിമ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം തന്നെയാണ് പുള്ളിക്കാരിക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സോ കുഴപ്പമില്ല,
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ആൻഡ് ഇതും നമ്മൾ സൂയിസൈഡ് സ്ക്വാഡും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടീമാണ് സൂപ്പർ? ഞാൻ പറയാം, എനിക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടീം സൂയിസൈഡ് സ്ക്വാഡാണ്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സൂയിസൈഡ് സ്ക്വാഡാണ് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ തണ്ടർബോൾട്സ് ടീമിനെ കുറിച്ച്, അതായത് ലൈവ് ആക്ഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സോ ഇത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവും ഈ ഒരു ടീം. കാരണം മാരോയിൽ പറയുന്നത് അവർ സൂയിസൈഡ് സ്ക്വാഡിൻ്റെ ഒരു ബെറ്റർ വേർഷൻ തന്നെയായിരിക്കും തണ്ടർബോൾട്സ് സിനിമയിൽ കൂടി അവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. See you guys next episode.